മാനിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ എപ്പോഴുമുള്ള ഇതിനു മുൻപും ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട് എടുത്ത ഒരു സംഭവമാണ്. ഈ സൊസൈറ്റിയുടെ പ്രവർത്തനത്തിൽ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചാരിറ്റബിൾ സെക്സ് വഴി കുറെ അധികം ഭിന്നശേഷിക്കാർ ഇലക്ട്രോണിക് വീൽചെയർ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. നാടല്ല സമൂഹമല്ല ലോകമെമ്പാടും അറിയുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ബോബി ചെമ്മണ്ണൂർ. എന്തെങ്കിലും നമുക്ക് ഇവർക്ക് വേണ്ടി ചെയ്യണമെന്നുള്ളൊരു തോന്നലുണ്ടായി. അവിടെ നിന്ന് തുടങ്ങിയ നിമിഷത്തിൽ ഒരു വ്യക്തി അദ്ദേഹം കിടന്ന കിടപ്പ് 8 വർഷത്തോളം അദ്ദേഹം കിടന്ന കിടപ്പായിരുന്നു. ആ തുടക്കം കുറിച്ചത് ഒരു വീൽചെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തുടക്കമായിരുന്നു. ശരിക്കും എല്ലാവർക്കും ഹൃദയമായ നമസ്കാരം. നമ്മളൊരു പദ്ധതി നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഭിന്നശേഷിക്ക് വേണ്ടി സായുജ്യം എന്നുള്ള പദ്ധതിയാണ്. എന്താണ് ആ പദ്ധതി എന്ന് വെച്ചാൽ 4 കുടുംബങ്ങളായ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരു വണ്ടി നമ്മൾ കൊടുക്കുകയാണ്. അത് നമ്മൾ കളക്ടറേറ്റിൽ അത് അംഗീകരിച്ച വണ്ടിയാണ്. അത് റെസ്റ്റോറൻ്റ് ആണ്, ഹോട്ടലാണ്. ഒരു കുടുംബം ഒരു ദിവസം, പിറ്റേ ദിവസം അടുത്ത കുടുംബം, അങ്ങനെ 4 കുടുംബങ്ങൾ ഒരു വണ്ടിയെ. ഞങ്ങളുടെ സൊസൈറ്റി രൂപീകൃതമായിട്ട് 3 വർഷത്തിലായ വിശിഷ്ട അതിഥികൾ എനിക്ക് എന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷം അഭിമാനമുണ്ട്. കാരണം ഞാൻ 40 വർഷം ഇന്ത്യൻ ആർമിയിൽ സർവീസ് ചെയ്ത് റിട്ടയർഡായ ഒരു വ്യക്തിയാണ്. ഇന്ന് മുമ്പിലിരിക്കുന്ന കോച്ച് അദ്ദേഹത്തിന്റെ ഫാദറും എന്നെ പോലെ പട്ടാളത്തിൽ സർവീസ് ചെയ്ത് റിട്ടയർഡായ വ്യക്തിത്വമാണ്. ഞങ്ങൾക്ക് അഭിമാനമാണ്. ഞങ്ങളുടെ ആ ഫോഴ്സത്തിന് കോച്ച് എന്ന് പറഞ്ഞ അഭിമാനമാണ്. എന്തായാലും പുന്നപ്പയിൽ ഞങ്ങളുടെ മണ്ണിൽ, സ്നേഹമുള്ള ഈ മണ്ണിൽ, പാവങ്ങളുടെ ഈ മണ്ണിൽ എത്തിയ അദ്ദേഹത്തിന് ഒത്തിരി സ്നേഹം അറിയിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട കോച്ച്, അതോടൊപ്പം നമ്മുടെ വിശിഷ്ട അതിഥികൾ, കോച്ച് ഫാൻസിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശ്രീ അനീക. മനുഷ്യന്റെ ദാനധർമ്മത്തെ ദൈവം മുദ്രമോതിരം എന്ന പോലെ കരുതുന്നു. ഒത്തിരി സന്തോഷമുണ്ട് കോച്ച് ഇന്ന് ആലപ്പുഴയില് ഇങ്ങനെ എത്തുന്നത്. വളരെ സ്നേഹത്തോടുകൂടി ഏറ്റുവാങ്ങുന്നതിന് ക്ഷണിക്കുന്നു. വിശിഷ്ട അതിഥികൾ, നമ്മുടെ കോച്ചയുടെ പ്രവർത്തനത്തെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയുന്നതില്ല. അടുത്തതായി കനിവ് ബ്ലഡ് ഡോണർ ടീമിന് വേണ്ടി സെക്രട്ടറി ബിനിൽ ഓം കബീർ. താങ്ക് യു ശ്രീ ഓം കബീർ. DAWF-ന്റെ ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അസീന സ്വയം സഹായ സംഘം, അതോടൊപ്പം മഴവിൽ റെസിഡന്റ് അസോസിയേഷൻ ഒക്കെ ഇവിടെ തീർന്നോണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുട്ടുമോൻ ഉണ്ടാക്കിയ ആ ഒരു ചിത്രം, കോച്ചയുടെ ചിത്രം 15,000 ബട്ടൺസുകൾ കാണാൻ, നേരിട്ട് കാണാൻ അവസരം കിട്ടുന്നത് വളരെ മികച്ച ഒരു സൃഷ്ടി. എന്തായാലും ഡയമണ്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുവാണ്. അവന് ഈ അവസരത്തിൽ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നത് നമ്മുടെ ഷാരൂഖ് എന്ന് പറയുന്ന പ്രോയ്ക്ക് ഒരുപാട് പലതും കിട്ടിയിട്ടുണ്ട്. ബട്ടണിൽ തന്നെ കുടിക്കിയിട്ടുള്ള ആദ്യമായിട്ടാണ്. എനിക്കാണെങ്കിൽ ബട്ടണില്ലാത്ത ഡ്രസ്സാണ്. അപ്പൊ ബട്ടണിൽ കുടിക്കാതെ നിങ്ങളാണ് അപ്രീഷിയേറ്റ്. ബോധസാറിന് ഏറ്റവും ഇഷ്ടം ഹെലികോപ്റ്റർ യാത്രയാണ്. ഹെലികോപ്റ്റർ തൗസൻഡ് ഏക്കറിൽ ബോട്ട് സഞ്ചാരമുണ്ട്. 1000 ഏക്കർ ആ ചേട്ടന് ചട്ടുണ്ടാക്കും. പാമ്പൊക്കെ അവളെ പിടിക്കാൻ കറക്റ്റ് കാലത്ത് 10 മണിക്ക് എഴുന്നേൽക്കും. നമ്മൾ സേവനം കേൾക്കുമ്പോൾ ഇനി കുറെ കാര്യങ്ങൾ ആളെക്കൊണ്ട് ചെയ്യിക്കാൻ കലാകാരനാണ്. ഞാൻ വയനാട് ഒന്നാം സ്വന്തമായിട്ട് കഴിച്ചാൽ കോസ്റ്റ്യൂം ആയിരുന്നു, നെയിലടിക്കായിരുന്നു. അപ്പൊ സാറ് എന്റെ നെയ്യുന്ന എല്ലാം അണ്ടർവേഡിലാണെന്ന് പറഞ്ഞു. ഞാൻ നിനക്ക് 3 ജോഡി ഡ്രസ്സ് തരാന്ന് പറഞ്ഞു. അങ്ങനെ സാറിന്റെ വീട്ടിൽ വിളിച്ച് 3 ജോഡി ഒറിജിനൽ സാർ ഉപയോഗിക്കുന്ന ഡ്രസ്സ് തന്നു. ആ ഡ്രസ്സാണിത്. ഇതിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു പവർ ഉണ്ട് സാറിന്. ഒരു ഫംഗ്ഷനില് പുള്ളി സ്റ്റേജിൽ എന്തോ അവതരിപ്പിക്കുകയാണ്.
എന്റെ ഗ്രൂപ്പ് എന്തൊക്കെ അവതരിപ്പിക്കുകയാണ്. ഞാനത് കഴിഞ്ഞപ്പോ പറഞ്ഞു എല്ലാം നന്നായി, ഒരു കാര്യം മാത്രം എന്റെ അതേപോലെ ആയിട്ടില്ല എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചപ്പോ അണ്ടർഗ്രൗണ്ട് കാണുന്നുണ്ടായിരുന്നു, കാരണം അടിയിൽ ഇട്ടിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ ഇട്ടിട്ടുണ്ട്, അത് ഒറ്റ കൊണ്ടാണ്, നമ്മള് ഡബിളാണ്. ഞാൻ പറഞ്ഞു ഡബിൾ ആക്കേണ്ട, അടിയിൽ ത്രിബിൾ തന്നെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രസ് വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. പ്രസവിക്കേണ്ട നേരമായിപ്പോ നേരമായിപ്പോ ഒരുപാട് പേര്, എനിക്ക് കുഴപ്പമില്ല, ഞാൻ എത്ര നേരം വേണമെങ്കിലും ഭക്ഷണം കഴിക്കാണ്ട് ഇവിടുന്ന് ഓടാൻ പറഞ്ഞ് ഞങ്ങൾ ഓടും. പക്ഷെ ഇവിടെ സമയത്ത് ഭക്ഷണം കഴിക്കുന്നവരും ഇവരൊക്കെ സുഖമില്ലാത്തവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചുരുക്കി ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ ലക്കി ഡ്രോ ബിസിനസ്സിലൂടെ കോച്ച് പാർട്ട്ണർ ബിസിനസ്സിലൂടെ ലഭിക്കട്ടെ. ഭയങ്കര ഡെഡിക്കേറ്റഡ്. ഇതുപോലെ ഇവിടെ അയ്യന്മേ തൊട്ടിങ്ങനെ കുറെ പേരുണ്ട്. എപ്പോഴും ആലപ്പുഴ സ്ട്രോങ് ആണ്, ആലപ്പുഴ സ്ട്രോങ്. ഞങ്ങളൊക്കെ ഉണ്ടാക്കന്മാരാണോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് വരും. 4 കോടി ആവശ്യമുണ്ടായിരുന്നു. 2 ആഴ്ച മാത്രം എന്റെ മുമ്പിൽ സമയമുള്ളപ്പോഴാണ് ഞാൻ 2,40,00,000 രൂപയാണ് അതുവരെ ഏതോ സംഘടനകളൊക്കെ പിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി 2 ആഴ്ച കൊണ്ട് ഇത്രയും പിരിക്കാൻ സാധിക്കുമോ എന്നുള്ള ആശങ്കയിലാണ്. പക്ഷേ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരു യാചക യാത്ര പാത്രമൊക്കെ എടുത്ത് യാചകനായിട്ട് ഇറങ്ങിയപ്പോൾ ഒരു വെയിലത്ത് എന്റെ ഒപ്പം ഒരുപാട് പേരുകൾ വന്ന് എന്റെ കൂടെ സഹകരിച്ചു. അതിന് പ്രത്യേകം നന്ദി പറയുകയാണ്.